ഗൈസ്, എയ്ത്ത് വണ്ടർ ഓഫ് ദ വേൾഡ്. നോക്കൂ ഗൈസ്, ഒരു പ്രൊട്ടക്ഷനും ഇല്ലാണ്ട് ചുമ്മാ അടിക്കി മ്യൂസിയത്തിലേക്ക് എക്സിബിഷൻ ഹാളിലോട്ട് വന്നേക്കാണ്. ഞാൻ ഷിയാനിലാണ്, നിന്നെ വളരെയധികം മിസ് ചെയ്യുന്നതാണ്. ഓക്കെ ശരി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഷിയാനിലെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മൾ തരുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ചിൻ ഡൈനാസിൻ്റെ എംബ്ലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് BYD കാസിനൊക്കെ ചിൻ എന്ന് പറഞ്ഞ മോഡലുണ്ട് ഇവിടെ. ചൈനീസിൽ BYDക്ക് പറയുക ബി യാ ദി എന്നാണ്. അവർക്ക് കൊണ്ടിട്ടോ ഈ ചിൻ മോഡലൊക്കെ. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് എംപറർ ചിൻഷ്വാങ്സ് മ്യൂസിയം ആണ് ഇവിടെ വരുന്നത്. നമുക്ക് നേരെ ടിക്കറ്റിന് അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തേക്കാണ് കേട്ടോ. അതെ, ഇതാണ് ടിക്കറ്റ് വരുന്നത്. ടിക്കറ്റ് സ്റ്റുഡൻറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 yuans ആണ് വരുന്നത്. 60 yuans എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിലത്തെ ഒരു 720 രൂപ ഉണ്ടാവും അല്ലേ. ഇതിൻ്റെ ഡബിളാണ് അഡൽട്ട് ടിക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ചൈനയിൽ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം കഴിച്ച്. ചൈനയിൽ പഠിക്കും ചെയ്യാം, എവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിലും സ്റ്റുഡൻ്റ് ആണല്ല, ഹാഫ് പ്രൈസിൽ നമുക്ക് ഹാഫ് പ്രൈസിൽ നമുക്ക് സാധനം കിട്ടും. അപ്പോൾ അക്ഷയ് സാറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോലും ഷിയാനിൽ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. പക്ഷേ ഇവനാണ് ഗൈഡ്. ഇവിടെ ഫുള്ള് ഗൈഡ്സ് ആണ്. ഇപ്പൊ തന്നെ ഒരു 10 പേരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ട് ഗൈഡ് എന്ന് പറഞ്ഞു. അടിപൊളി ഇംഗ്ലീഷ് ആണ്. ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്റെ ഗൈഡ് നിതുലാണ്. നമുക്കെല്ലാം അറിയത്തുള്ളൂ. പിന്നെ ഇവിടെ ഇതാ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓപ്പണിംഗ് ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 8 തൊട്ടിട്ട് 4 വരെ, 8 തൊട്ടിട്ട് 5 മണി വരെയൊക്കെ ഉണ്ട്. ഇത് നോർമൽ ടിക്കറ്റ് 120 yuan per person. ഇത് 60 yuan per person. ശേഷം പിന്നെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളോട്ട് പോവാണ്. ഉള്ളോട്ട് പോയിട്ട് ഇവിടെ കയറി കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. നമ്മളിവിടുത്തെ ലോക്കലാണല്ലോ, ഷിയാൻ ലോക്കലാണ് നമ്മള്. ഇവിടെ ഗൈഡ് ഉണ്ട് കേട്ടോ. ഗൈഡിന് അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 RMB ആണ് ഗൈഡിന്റെ ചാർജ് വരുന്നത്. സ്റ്റുഡന്റ് ആണെന്ന് വെച്ചാൽ 260 RMB സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ഗൈഡിന്റെ ആവശ്യമില്ല, കാരണം എന്ത്, നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡിന്റെ അടുത്ത് നോക്കുവാണെങ്കിൽ ഒരു മൈക്ക് ഉണ്ടാവും. എല്ലാവർക്കും ഹെഡ്സെറ്റ് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ആ മൈക്കിൽ അങ്ങ് പറയുമ്പോൾ ആ ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർക്ക് മൊത്തം കിട്ടും. എല്ലാവരും ഒരു ഓറഞ്ച് മാലയും തൂക്കിയിട്ട് വരുന്നതാണ് മറ്റേ റിസീവർ ആവുന്നത്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഗൈഡ് സംസാരിക്കുന്നുണ്ട്. ഗൈഡ് കൊടിയൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ലൈനിലോട്ട് നിന്നിട്ട് ഉള്ളിലോട്ട് കയറാം. നമ്മുടെ ടിക്കറ്റ് ഇതേ ഇവിടെ ഉണ്ട്. അപ്പോൾ ടിക്കറ്റിൽ ഇതേ ഇവിടെ മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൊത്തം 3 പിറ്റാണ് കേട്ടോ ഉള്ളത്. ഒരെണ്ണമാണ് ഏറ്റവും വലിയ പിറ്റ്. ഇനി ഈ പിറ്റ് എന്താണെന്നുള്ളതൊക്കെ പറയാം. ഇനി ഗൈസ്, നമ്മൾ പറയാൻ പോവാണ് ഷിയാനിലെ സ്പെഷ്യൽ ടെറാക്കോട്ട വാരിയേഴ്സിനെ പറ്റിയിട്ട്. ഒരു മലയാളി യൂട്യൂബർ ആദ്യമായിട്ട് ചെയ്യുകയാണ് കേട്ടോ. മലയാളി യൂട്യൂബർ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഷിയാനിലെ ടെറാക്കോട്ട വാരിയേഴ്സിൻ്റെ ഒരു വിസിറ്റിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടെറാക്കോട്ട വാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷയ് കേട്ടോട്ടോ, നല്ല നമ്മൾ ഗൈഡ് പറഞ്ഞിരുന്ന കേട്ടോ. ചിൻ ഡൈനാസിയിൽ ഉണ്ടായിരുന്ന ഒരു കിങ് ഉണ്ട്. ചിൻ ഡൈനാസിൻ്റെ ക്യാപിറ്റലും സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ഷിയാൻ വരുന്നത്. ചൈനേൻ്റെ ഓരോ ഡൈനാസി ഉണ്ടല്ലോ, ചിൻ ഡൈനാസി, താങ് ഡൈനാസി, അങ്ങനെ കുറേ മിങ് ഡൈനാസി. അപ്പോൾ ചിൻ ഡൈനാസി ആയിരുന്നു ഏറ്റവും വലിയ സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ചിൻ ഡൈനാസിയിൽ അവിടുത്തെ കിങ് എന്ത് ചെയ്ത്, കിങ് നേരെ മറ്റേ കുറേ പട്ടാളക്കാരെ തന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് കുറേ രൂപങ്ങൾ, സ്റ്റാച്ചുകൾ നിർമ്മിച്ച്. പക്ഷേ സാർ കേൾക്കുന്നുണ്ടോ? സ്റ്റാച്ചുകൾ നിർമ്മിച്ച്. ഈ സ്റ്റാച്ചുകൾ നിർമ്മിച്ചിട്ട് ഏകദേശം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പറയുന്നത് 14,000 സ്റ്റാച്ചു നിർമ്മിച്ചു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കുറച്ച് സ്ഥലത്ത് കണ്ടപ്പോൾ 8,000 സ്റ്റാച്ചു ഉണ്ട്, 12,000 ഉണ്ട്. അങ്ങനെ അത്രയുമാണ് സ്റ്റാച്ചുകൾ നിർമ്മിച്ച് ഏകദേശം 45 വർഷത്തോളം എടുത്തിട്ടാണ് ഇത്രയുമാണ് സ്റ്റാച്ചുകൾ നിർമ്മിച്ചത്. എത്ര വർഷം മുന്നേ? 2000 വർഷം മുന്നേ. നീ ജനിച്ചത് ഏത് വർഷത്തിലാണ്? അപ്പോൾ 2000 വർഷം മുന്നേ നിർമ്മിച്ചിട്ടുള്ള ഒരു സംഭവം. ഇനി ഇതെങ്ങനെ കണ്ടുപിടിച്ചു? അദ്ദേഹം ഇങ്ങനത്തെ ഈ പ്രോസ്പെരിറ്റി, വെൽത്ത് ഇതൊക്കെ കാണിക്കാനായിട്ട് ഇങ്ങനത്തെ കുറേ സ്റ്റാച്ചുകൾ ഭയങ്കര കഴിവുള്ള മനുഷ്യന്മാരെ കൊണ്ടൊക്കെ നിർമ്മിച്ചതിന് ശേഷം ഇങ്ങനെ കിങ്ഡത്തിൻ്റെ അവിടെ ഫ്രണ്ടിലൊക്കെ സംഭവം സെറ്റ് ചെയ്ത്. കാരണം ഇത് ഒരു പ്രൊട്ടക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം മണ്ണൊക്കെ വന്ന് അടിഞ്ഞു മൂടി ഏകദേശം 1974 72 അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ലിൻതോങ് എന്ന് പറഞ്ഞൊരു സിറ്റിയാണ് കേട്ടോ. ഷിയാനിലെ ലിൻതോങ് സിറ്റിയിലെ, ഷാൻസി പ്രൊവിൻസിലെ ലിൻതോങ് സിറ്റിയിലത്തെ റൂറൽ ഏരിയാസാണ് ഇത് മൊത്തം. ഇവിടുത്തെ ഫാർമേഴ്സ് എന്ത് ചെയ്ത് കിണർ കുഴിക്കാൻ വേണ്ടി കിണർ അങ്ങ് കുഴിച്ച് 5 മീറ്റർ അങ്ങോട്ട് കുഴിച്ച് താഴത്തേക്ക് എത്തിയപ്പോഴേക്കും ഉണ്ട് ഒരു തല കാണുന്നത്. എന്ത് തല?
ടെറാക്കോട്ട വാരിയേഴ്സിൻ്റെ തല. ആ ടെറാക്കോട്ട വാരിയേഴ്സിൻ്റെ തല കണ്ട് അങ്ങനെ കുറച്ചും കൂടി കുഴിച്ച് നോക്കിയപ്പോൾ വേറെയും ബോഡി പാർട്സ് ഒക്കെ കാണുന്നത്. റിയൽ ബോഡി പാർട്സ് അല്ല കേട്ടോ, ഇതൊക്കെ ഒരേ മറ്റേ എന്തോ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് സംഭവങ്ങൾ, സ്റ്റാച്ചുകളാണ് മൊത്തം. അങ്ങനെ എക്സ്കവേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഏകദേശം 500 സ്ക്വയർ ഫീറ്റിലോ അങ്ങനെ വലിയ രീതിക്ക് അങ്ങ് താഴെ മൊത്തം, അതായത് ആ സിറ്റി മൊത്തം, ലിൻതോങ് സിറ്റീൻ്റെ ഒരു ഭാഗം മൊത്തം ആർക്കിയോളജി ഏറ്റെടുത്ത് അവിടെ മൊത്തം കുഴിച്ചു നോക്കിയപ്പോൾ ഉണ്ട് ഇത്രയും മാനം സ്റ്റാച്ചുകൾ താഴെ കിടക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് റീസെൻ്റ് ആയിട്ട് എന്ത് എക്സ്കവേഷൻ നടന്നിട്ടുണ്ടോ? റീസെൻ്റ് ആയിട്ട് എക്സ്കവേഷൻ നടന്നിട്ടുണ്ട്. അതായത് ഇവിടെ വലിയ പിറ്റാണുള്ളത്, പിന്നെ അപ്പുറത്തേക്കും റീസെൻ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ കുഴിച്ചു നോക്കുമ്പോൾ ഓരോ സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ അവിടെയൊക്കെ കുഴിച്ചു നോക്കിയാൽ എന്ത് കിട്ടും? കിണർ കുഴിച്ചു നോക്കിയാൽ വെള്ളം കിട്ടും, അല്ലാണ്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ കുഴിച്ചു നോക്കുമ്പോൾ ഇവിടെ പട്ടാളക്കാരൊക്കെ കിട്ടുന്നത്. ഗൈസ്, ഇത് വേറെ തന്നെ സീനാണ്. അപ്പോൾ നമുക്കിനി ഉള്ളിലോട്ട് പോയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. നമുക്ക് നേരിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡുണ്ട്, പിന്നെ ലോകത്തിൽ തന്നെ ഇത്രയും എക്സ്കവേറ്റ് ചെയ്തിട്ട് ഇത്രയും സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള വേറൊരു സ്ഥലമില്ല, ഷിയാൻ ഹബീബി. നമുക്ക് ഈ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ നേരെ അങ്ങോട്ട് 1.5 കിലോമീറ്റേഴ്സ് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്ത് ഇവിടെ നിന്ന് ഒരു വണ്ടി എടുത്ത് ഈ ടുക്ക് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 5 യുവാനേ ഉള്ളൂ, അങ്ങോട്ടത്തേക്ക് എത്താനായിട്ട് 5 യുവാനേ ഉള്ളൂ. പക്ഷേ വേണം ബാക്കിലിരിക്കാം, ബാക്ക് വ്യൂ ആണ്. വാ, കുണുവാവ സീറ്റ് കാണാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി ഇരുന്ന്. നമ്മൾ നേരെ ബാക്ക് സീറ്റിലൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഡ്രൈവർ ചേച്ചിയൊക്കെ ഉണ്ട്. അവൻ ചേച്ചി സുഖമല്ലേ? ആ സുഖമാണല്ലേ? ഓക്കെ, വണ്ടി എടുത്തോട്ടോ. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഇന്ന് ഷിയാനിലെ ടെമ്പറേച്ചർ -5 ഡിഗ്രീസ് ആണ്. നമ്മള് ബുദ്ധിക്ക് തെർമലൊക്കെ ഇട്ടിരുത്ത്. അക്ഷയ ആ തെർമലൊന്നും ഇടാണ്ട് സെറ്റ് ആയിട്ട് ഞാൻ ഇന്നത്തെ ടെമ്പറേച്ചർ നോക്കിയെങ്കിൽ ഇറങ്ങി അതൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ അക്ഷയ ഹാർബിനിലോട്ട് മേടിച്ച കുറെ മറ്റേ ഹീറ്റിംഗ് പാഡ്സ് വെച്ചിട്ടാണ് കുത്തി കയറുന്നുണ്ട് അവിടെ ഇവിടെ. ഷിയാൻ എന്ത് ഭംഗിയല്ലേ? അതൊക്കെ നമ്മുടെ ഗോങ്ജോ. ഒന്നുമില്ല ഗോങ്ജോയിൽ ഒരു വെയിറ്റിംഗ് ലോ കാനൻ ടവർ കൾച്ചറൽ പാർക്ക് ഇല്ലാത്ത. ഇപ്പൊ നീ ഇല്ല, അതാണ് പ്രശ്നം അവിടെ. അതുകൊണ്ട് ഇപ്പൊ ഗോങ്ജോ വണ്ടി പോകുന്നുണ്ട് കേട്ടാ. ഇനി വണ്ടി തിരിച്ചെടുക്കാന്ന് വെച്ചാൽ അടുത്ത 5 രൂപ. പക്ഷെ നമുക്ക് ഇത്രയും ദൂരം ഒന്നും നടക്കണ്ട, സുഖമായിട്ട് ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇരുന്ന് മരങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോവാ. ഒന്ന് ആലോചിച്ച് നോക്കും, ഇത് ഇവിടെ കുഴിച്ചു നോക്കിയാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും നിധി ഉണ്ടാവും അല്ലേ? നിധി കാക്കണ ഭൂതം ഉണ്ടാവും ചിലപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ. നിധി കാക്കണ ഭൂതം ഏതാ സാധനം? അങ്ങനെ നമ്മൾ ഫസ്റ്റ് പിറ്റിൻ്റെ അങ്ങോട്ട് കയറിയേക്കാണ് കേട്ടോ. ഇവിടെ ചൈനീസിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻട്രൊഡക്ഷൻ ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പിറ്റ് നമ്പർ 1 ഏകദേശം 6000 സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഈ 6000 സ്റ്റാച്യൂസിൽ ഹോഴ്സസിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ സ്റ്റാച്യൂവിൻ്റെ ഇതും മനുഷ്യൻ്റെ ഹൈറ്റിനോട് ചേർന്നിട്ടുള്ള അതേ സംഭവം തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ടെറാക്കോട്ട വാരിയറിനെ പറയുന്നത് പറഞ്ഞാൽ 8th വണ്ടർ ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. സാധാരണ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് ആണുള്ളതെങ്കിലും ഇവിടെ ഇതേ പറയുന്നത് 8th വണ്ടർ ഓഫ് ദ വേൾഡ് എന്നാണ്. നമുക്ക് നേരെ പോയി നോക്കാം. ഇവിടെ കുറേ ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഗൈസ്, 8th വണ്ടർ ഓഫ് ദ വേൾഡ് നോക്കൂ ഗൈസ്. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാവോ? നമ്മൾ എന്തുവാ പറയുക, ഇതൊക്കെ നിങ്ങൾ എന്തായാലും വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇത് നോക്കൂ, എത്രയോ വർഷം, 2000 വർഷം പഴക്കം ഉള്ള ഓരോ രൂപങ്ങളാണ് ഇവിടെ ഉള്ളത്. ഹെഡും ഓരോരുത്തരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും പിന്നെ അതേപോലത്തെ ഡ്രസ്സിൻ്റെ സ്റ്റൈലും എല്ലാതും യുണീക്കായിട്ടാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ മണ്ണിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത് ഇവിടെ താഴത്തേക്ക് നോക്കൂ നിങ്ങൾ, പ്രോപ്പറായിട്ടുള്ളൊരു പേയ്മെൻറ്റ്സ്. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആർമിക്കാർ, കുറച്ച് ആർമിക്കാർക്ക് തലയില്ല. എല്ലാ ആർമിക്കാരുടെയും ഫേഷ്യൽ എക്സ്പ്രഷൻസ് വളരെ ഡിഫറെൻ്റായി നിൽക്കുന്നു. ആ ഫിംഗേഴ്സും കാര്യങ്ങളൊക്കെ നോക്കൂ, എത്ര ആക്യുറേറ്റ് ആണുള്ളത്. ഓരോരുത്തരുടെയും ഹെയർ സ്റ്റൈലിലും വ്യത്യാസം. അതേപോലെ തന്നെ എല്ലാവരും സ്വോർഡും കാര്യങ്ങളൊക്കെ പിടിച്ച് നിൽക്കുന്നു. ഇത് റിയൽ ഒരു വണ്ടർ ഓഫ് ദ വേൾഡ് തന്നെയാണ് ഗൈസ്. റിമെയിൻസ് ഓഫ് ചാരിയറ്റ്സിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു വുഡൻ ചാരിയറ്റിൻ്റെ ഭാഗം ഉണ്ടായിരുന്നു, അത് കത്തിച്ചു നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു സംഭവമാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എക്സ്കവേഷൻ മെയിൻ്റനൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ പൊട്ടിപ്പോകുന്ന നമ്മുടെ ടെറാക്കോട്ട വാരിയേഴ്സിനൊക്കെ അവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിനെ എങ്ങനെ നിലനിർത്താം, എങ്ങനെ ഹിസ്റ്ററി കീപ്പ് ചെയ്യാം, അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കെട്ടി വെച്ചിട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും കാണുന്ന ഈ ടെറാക്കോട്ട ഇവിടെ ഏകദേശം 6000 എന്തോ ഉണ്ടെന്നല്ലേ പറഞ്ഞു. ഈ 6000ഉം ഇതുപോലെ ഉണ്ടായിരുന്നതല്ല,
ഇത് മൊത്തം പൊട്ടിയിട്ടോ ചിലതിൻ്റെ തല പീസോ അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അതിന് മൊത്തം മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പ്രോപ്പറായിട്ട് നിർത്തിയിട്ടുള്ളതാണ് ഇവിടെ വരുന്നത്. ഏകദേശം ഒരു 250 മീറ്റേഴ്സ് ലെങ്ത്തിലും ഒരു 100 മീറ്റേഴ്സ് വിഡ്ത്തിലുമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അത് വരുന്നത്. നോക്കൂ ഗൈസ്, വലിയ ഒരു ഏരിയ, സൂപ്പർ. ദിസ് ഈസ് ദ നമ്പർ 1 പിറ്റ്. ഇതാണ് ഡാറ്റ കളക്ഷൻ ഏരിയ വരുന്നത്. ഇവിടെ ഓരോ ടെറാക്കോട്ട വാരിയേഴ്സിനും നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ മെയിൻ്റനൻസ് ചെയ്യുന്ന ഓരോ ടെറാക്കോട്ട വാരിയേഴ്സാണ് പുതുതായി കണ്ടുപിടിക്കുന്നതും പിന്നെ അപ്പുറത്തെ പിറ്റെന്നൊക്കെ കണ്ടുപിടിക്കുന്നതൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫുൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ തല പൊട്ടിപ്പോയി കഴിഞ്ഞാലും അവർ ഫുൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവിടെ വെക്കുന്നത്. പിറ്റ് 1ൻ്റെ എക്സ്കവേഷൻ ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ്കവേഷൻ ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇപ്പോഴും കുഴിച്ചിട്ട് ഇവിടെ അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഫുള്ളായിട്ട് പുറത്തേക്കൊന്നും എടുത്തിട്ടില്ല. ആ പുറത്തേക്ക് കുറച്ച് എടുക്കുന്നതിന് പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് അവിടെ ഷീറ്റും സംഭവങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടാണ് ഇവിടെ വയ്ക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ എക്സ്കവേഷൻ നടത്താൻ വേണ്ടി. പിന്നെ ഇത് ലോക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും ഫുള്ളി പ്രിസർവ്ഡ് ആണ്. എല്ലാ സ്ഥലത്തും പോലീസും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താണ് ഉദ്ദേശം? ഇവിടെ നിന്ന് ഒരെണ്ണത്തിന് കൊണ്ടുപോയാലോ? അടിച്ച് കൊല്ലവര്. ഇത് നല്ല ഹൈറ്റും ഉണ്ടല്ലേ, ഉണ്ടോ? ഒരു കറക്റ്റ് ഒരു ഓരോന്നും യുണീക്കാണ്. ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, അതേപോലെ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ എല്ലാം അതും യുണീക്കായിട്ടാണ് നിൽക്കുന്നത്. ഫുൾ സോൾജേഴ്സ് ആണുങ്ങളാണ്, അതാണ് സംഭവം. ഈ ഒരു ഏരിയ വരുന്നത് റീസ്റ്റോറേഷൻ ഏരിയ ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞില്ല, മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് റീസ്റ്റോർ ചെയ്യുന്ന സംഭവത്തിൻ്റെ ഒരു ഏരിയ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓരോരുത്തരുടെ ഫേഷ്യൽ എക്സ്പ്രഷനും നിങ്ങൾ നോക്കൂ, എല്ലാതും യൂണീക്ക് ആയിട്ടുള്ളത് തന്നെ. ഇതെല്ലാം സെല്ലോ ടൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും ഓരോ യൂണിക് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. അവരുടെ ഡ്രസ്സിങ് രീതി വേറെ. അപ്പോൾ ഈ ടെറാക്കോട്ടനെ പറ്റിയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ വേറെ കുറച്ചും കൂടി നമുക്ക് ഹിസ്റ്ററി കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഡീപ് സീക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇത് നമ്മുടെ ചിണ്ടൈനാൻസിൽ നിന്ന് ഉള്ള സംഭവമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് മരിക്കുമ്പോൾ രാജാവിൻ്റെ ഒപ്പം ടോംബിലോട്ട് ഫുൾ പട്ടാളക്കാരും ആർമി, കുതിരകൾ, മറ്റേ ചാരിറ്റ്സ് അങ്ങനെ എല്ലാതും വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് സൈസ് ഓഫ് ദ ആർമി എന്ന് പറയുന്നത് ഏകദേശം 8000 സോൾജേഴ്സ് ഉണ്ടായിരുന്നു ഇതിൽ മൊത്തം ഉണ്ട്. പിന്നെ 130 ചാരിറ്റ്സ്, 670 ഹോഴ്സസ്. ഇതൊക്കെ ഇപ്പോഴും അതിൻ്റെ ഓരോ പാർട്സൊക്കെ ആയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കി, എന്ത് സാധനങ്ങൾ കൊണ്ട് വെച്ച് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം കളിമണ്ണ് വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കി. കളിമണ്ണ് ചൂടാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിന് കുറേ പെയിൻറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഇതിനെ ബറി ചെയ്തത്. പക്ഷേ ബറി ചെയ്ത് ഇപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ പെയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിപ്പോഴും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് വന്നിട്ട് ഇതിൻ്റെ ഫുൾ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ ലൈൻ കറക്റ്റ് എങ്ങനെയാണോ ഒരു ട്രൂപ്പ് ഓഫ് ആർമി പോകുന്നത് അതേപോലെ തന്നെയാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ രാജാവ് മരിച്ചു കഴിഞ്ഞാലും രാജാവ് പട്ടാളക്കാരെയും കൂടി ഒപ്പം കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റ്യൂസാണ് സംഭവങ്ങളാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഒരു കൊച്ചിനെ ഇവിടെ അമ്മ എന്തോ കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഹലോ, ഇവിടെ കുറേ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ടെറാക്കോട്ട വാരിയേഴ്സിൻ്റെ ചാരിയറ്റും സംഭവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. താഴെ ഉണ്ടായിരുന്ന എക്സ്കവേറ്റ് ചെയ്ത് വന്ന കുറേ സാധനങ്ങളുടെ ഒക്കെ ഫോട്ടോ ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള പിറ്റ് കണ്ടു. അക്ഷയ് സാർ, ഷിയാനത്തെ ടൂർ ഗൈഡ് കൊണ്ടുപോയ സ്ഥലം എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ടൂർ ഗൈഡ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആരാണ് കൊണ്ടുപോയത്? ഡോക്ടർ ലീ വ്ളോഗ്സ് അല്ലേ? എന്താ നീ ഒന്നും പറയാത്ത? ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നതല്ല കേട്ടോ, അങ്ങനെ തോന്നരുത് കേട്ടോ. അക്ഷയ് സൂപ്പർ ആയിരുന്നു കേട്ടോ. ഡോക്ടർ ലീ എനിക്ക് എല്ലാം പറഞ്ഞു തന്നു. ഇത് എക്സ്കവേഷൻ തുടങ്ങി അന്ന് തൊട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും എനിക്ക് പറഞ്ഞു തന്നു. നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഹി ക്യാൻ ബി എ ഗുഡ് ട്രൂ ടൂർ ഗൈഡ്. ടൂർ ഗൈഡ് 500 രൂപ കിട്ടും. നമ്മളങ്ങനെ പിറ്റ് നമ്പർ 2 കയറിയേക്കാണ് കേട്ടോ. ഈ പിറ്റ് നമ്പർ 2 എന്ന് പറയുന്ന സ്ഥലം വേറെ എക്സ്കവേഷൻസ് നടന്ന് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ എന്താ ഉള്ളത് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ആർമി കാര്യങ്ങളൊന്നും കാണാനില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ ക്രൗഡും വളരെ കുറവാണ്. ഇവിടെ എന്താണ് ഗൈസ്, ചതിക്കപ്പെട്ടോ നമ്മൾ? പിറ്റ് നമ്പർ 2-ൽ ഒന്നും തന്നെ ഇല്ല. ഇവിടെ എക്സ്കവേഷൻസ് നടന്നുകൊണ്ടിരിക്കുമോ ഒന്നും കേട്ടോ. അതെ, അവിടെയൊക്കെ എന്തോ ഒരു കുഴിയൊക്കെ കാണാനുണ്ട്. ആർക്കിയോളജിയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് വെച്ചെങ്കിൽ ചൈനയിലത്തെ ഷിയാനിൽ വന്നിട്ട് എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ ടെറാക്കോട്ട വാരിയേഴ്സ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നമുക്ക് QR കോഡൊക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ബൈദൂലൊക്കെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ലേ ഔട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്.
ഇവിടെ ഒരു സ്ക്രീനിൽ ഫുള്ള് എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് കാര്യങ്ങളൊക്കെ ഇവിടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ സാധനങ്ങൾ കണ്ടുപിടിച്ചതും അതിനെ പ്രിസർവ് ചെയ്ത് വെച്ചതും അതൊക്കെ വേറെ ഒരു മ്യൂസിയത്തിലായിട്ട് വേറെ ഇതിൻ്റെ ഈ ബ്രോൺസ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ആർട്ടിസ്റ്റിക് ഷോയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പിറ്റ് നമ്പർ 2 ആണ് കേട്ടോ ഇത് വരുന്നത്. ഇത് ഫുൾ എക്സ്കവേഷൻ നടന്നിട്ടില്ല. ഇങ്ങനെയായിരുന്നു നമ്മുടെ പിറ്റ് നമ്പർ 1 ഉണ്ടായിരുന്നത്. ഇതിനെ ഫുള്ള് പ്രോപ്പറായി അവർ തന്നെ ലോകത്തു നിന്നുള്ള എല്ലാ ആർക്കിയോളജിസ്റ്റും വന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കണ്ടപ്പോൾ ഒരു ഇന്ത്യനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കാരൻ എന്നതിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന അടുത്ത നിമിഷം ഇങ്ങനെ ഓരോ ചെറിയ പാർട്സൊക്കെ എടുത്തിട്ടാണ് ഇവർ ഫുൾ രൂപം ഉണ്ടാക്കിയത്. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതെന്താണ് ഹോഴ്സിൻ്റെ ഒരു ബാക്കാണ് കാണുന്നത്. ഇത് കുതിരേൻ്റെ പകുതിയേ ഉള്ളൂ. ഇനി പകുതി വേണമെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും കുഴിച്ചെടുത്തിട്ട് ആ ഒരു പകുതിയും കൂടി എടുക്കണം. ഇത് ആ കുതിരപ്പുറത്ത് ഇരിക്കുന്ന മറ്റു സംഭവമൊക്കെ ഉണ്ടല്ലേ വാല്. അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതെ നമ്മുടെ ടെറാക്കോട്ട ആൾക്കാരുടെ പൊട്ടിക്കിടക്കുന്നത് അതൊക്കെ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇവർ എടുത്തേക്കുന്നത്. ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെയും ഓരോരോ പീസുകളായിട്ടാണ് ഉള്ളത്. ഇതിനി പ്രോപ്പറായിട്ട് എക്സ്കവേഷൻ നടക്കാനുള്ളൊരു സെറ്റപ്പാണ് ഈ ഒരു ഏരിയ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഇതും പിറ്റ് നമ്പർ 1 പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ ടെറാക്കോട്ട ആർമീസ് ഉണ്ട് ഇവിടെ എന്നുള്ളതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള സത്യം. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ പ്രോപ്പറായിട്ട് ഒരു ടെറാക്കോട്ട വാരിയറിനെ എങ്ങനെയാണോ ഉള്ളത് അതിനൊരു പ്രോപ്പർ സാധനത്തിന് ഇവിടെ എടുത്തിട്ട് അതൊരു മ്യൂസിയത്തിൻ്റെ അതായത് ഒരു ചില്ലും കൂട്ടിലിട്ട് വെച്ചേക്കാണ് കാണുന്നത്. നമുക്ക് നോക്കി നോക്കാം എത്രമാത്രം പോളിഷ്ഡാണ് ആ സംഭവം എന്നുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ കാവിങ്സും കാര്യങ്ങളൊക്കെ എത്രയും സൂപ്പറാണെന്നുള്ളത്. ഇതിൻ്റെ ഓരോ ഡ്രസ്സിൻ്റെ ഭാഗങ്ങളും അതേപോലെ തന്നെ ഹെയർ സ്റ്റൈലിൻ്റെ ആ ഒരു ഏരിയാസും എല്ലാതും അത്രയും ഡീറ്റെയിൽഡായി കൊടുത്തിട്ടുള്ളത്. അതായത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുന്നേ ഡീറ്റെയിൽഡായി കൊടുത്തിട്ട് മണ്ണിൻ്റെ അടിയിൽ ബറി ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഇത് മൊത്തം. ഇങ്ങനത്തെയൊക്കെ കളർ വെച്ചിട്ടാണ് ഈ ടെറാക്കോട്ട എല്ലാവരും ബറി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നല്ല കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാതും കളറൊക്കെ ഫെയ്ഡായി പോയി. ആ ഒരു കെമിക്കൽ റിയാക്ഷനും അതിൻ്റെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം കളറെല്ലാം ഫെയ്ഡായി പോയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചൈനീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ വെച്ച് കുറച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ടെറാക്കോട്ട ആർമിയിലത്തെ ഒരു ട്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഹെഡായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഓരോത്തിനും അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടൊക്കെയാണ് സംഭവം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അദ്ദേഹത്തിൻ്റെ മീശ വരെ ഉണ്ടായിരുന്നു. നോക്കൂ മീശയും ആ ഒരു വേറെ തന്നെ മൂഡ് തന്നെ. ഈ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ മെയിനായിട്ടുള്ള ട്രൂപ്പിൻ്റെ ഹെഡിൻ്റെ മിഡിൽ ഓഫീസറാണ് വരുന്നത്. മറ്റേത് ഹയർ ക്ലാസ് ഓഫീസറായിരുന്നു. ഇത് മിഡിൽ ഓഫീസറിൻ്റെ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ കോസ്റ്റ്യൂമും ഓരോ സോൾജേഴ്സിനും ഓരോ ഓഫീസേഴ്സിനും വേണ്ടിയിട്ടുള്ള ഓരോ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടാണ് ടെറാക്കോട്ട വരുന്നത്. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മിഡിൽ ഓഫീസർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ഇത് മിഡിൽ റാങ്കിങ് ഓഫീസറുടെ എന്തൊക്കെ തരത്തിലാണ് അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്ക്വയർഡ് ടോസ് ആണ് ഇവർ വരുന്നത്. പിന്നെ ഇവരുടെ ഈ ആമർ മൊത്തം എക്സ്റ്റെൻഡ് ആവുന്നത് നീസിൻ്റെ താഴത്തോട്ടാണ് വരുന്നത്. പിന്നെ ഇവർക്ക് 2 സ്റ്റൈലിലാണ് വരുന്നത്. ഒന്ന് ചെസ്റ്റ് കവർ ചെയ്യുന്ന രീതിക്കും ഒന്ന് ചെസ്റ്റ് കവർ ചെയ്യാത്ത പടച്ചട്ടയും വെച്ചിട്ടുള്ളതാണ് ഇവരുടെ ടെറാക്കോട്ട ആർമീൻ്റെ ഇവരുടെ ഈ ചിന്ന ഡൈനാസ്റ്റി ആർമിയിലത്തെ മിഡിൽ ഓഫീസറിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ. അതെ കുതിരയും പിന്നെ അതേപോലത്തെ പടയാളി അതാണ് ഇവിടെ ഉള്ള സംഭവം. അപ്പോൾ ഈ കുതിരേൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾ നോക്കുക എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനത്തെ ഒരു 116ഓളം കുതിരകളാണ് ഈ ആർമിക്ക് പോകുന്ന അതായത് യുദ്ധത്തിന് പോകുന്ന കുതിരകൾ ഇവിടെ ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറോ ആമർ ഇതാണ് കേട്ടോ. ഒരു പ്രൊട്ടക്ഷനും ഇല്ലാണ്ട് ചുമ്മാ അടി അവനാണ് ഈ നിൽക്കുന്ന ക്യാരക്ടർ അടിപൊളി ഫോട്ടോ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ക്യാരക്ടർ ഇവിടെ ഉള്ളത് കുംഫു ആയിരിക്കും തോന്നുന്നു പണ്ടത്തെ. ഗൈസ് ഇനി നമ്മൾ അടുത്ത പിറ്റ് നമ്പറിലോട്ട് വന്നിട്ട് പിറ്റ് നമ്പർ 3. ഇത് യു ഷേപ്ഡ് പിറ്റ് നമ്പർ 3 ഡിസ്കവർഡ് ഇൻ 1976. അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ട്. ഇവിടെ എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ യു ഷേപ്ഡ് പിറ്റിൻ്റെ രൂപം വരുന്നത്. ഇവിടെ 4 കുതിരകളുണ്ട് കേട്ടോ. 4 ചാരിയറ്റ്സ് ആവുന്നു. അതിൻ്റെ ഓഫീസേഴ്സ് ബാക്കിൽ നിൽക്കുന്നുണ്ട്. നമ്മളൊരു ഹിസ്റ്ററി സിനിമയൊക്കെ കാണുന്ന ഒരു രൂപത്തിലാണ് ഇവിടെ ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതെ അവിടെ ഇനി എക്സ്കവേഷൻ നടക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഒരു കുഞ്ഞ് പിറ്റാണ് കേട്ടോ ഇവിടെ. ഇത് എന്തുകൊണ്ടായിരിക്കും അവിടെ ഇവിടെയൊക്കെ പിറ്റായിട്ടുള്ളത്? മിക്കവാറും ഒരു എംപറർ അയാൾ ഇതാക്കുമ്പോൾ അയാളുടെ ട്രൂപ്സ് എന്തായിരിക്കും എംപററിൻ്റെ ഓരോ ട്രൂപ്സിനെ ഓരോ
ഏരിയയിലായിട്ട് ഇങ്ങനെ അസൈൻ ചെയ്തത് തോന്നുന്നു അല്ലേ? അങ്ങനെ എന്തൊക്കെയോ സംഭവം ആയിരിക്കാം. നമുക്ക് പ്രോപ്പറായിട്ട് ഇതെല്ലാം ഇതിൻ്റെ ബേസ്മെൻറ്റിൽ വരുന്നതാണല്ലോ. കാരണം ഇതിൻ്റെ താഴെ ഇനി എന്ത് സംഭവം ഉണ്ടാവും എന്ന് നമുക്കറിയാൻ പറ്റില്ല. കമാൻഡിങ് എംപറർ. ഓക്കെ, അക്ഷയ് സാർ പറഞ്ഞു കമാൻഡിങ് എംപറർ, കമാൻഡിങ് സംതിങ് എന്നാണ് പറയപ്പെടുന്നത്, അവിടെ കേട്ടു. ഓക്കെ, അങ്ങനെ നമ്മൾ പിറ്റ് നമ്പർ 2 കണ്ടു 1 കണ്ട് ഇറങ്ങിയൊക്കെയാണ് പുറത്തോട്ട്. ഇവിടെ നമ്മൾ ഈ ചിൻ ഡൈനാസ്റ്റി ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചാരിയറ്റ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. രാജകുമാരന്മാരുടെ ആ ചാരിയറ്റും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ പക്ഷേ അതൊരു മതത്തിൻ്റെ പേരിലായിട്ട് ഒന്നും തന്നെ കാണാനില്ല. ഇപ്പോൾ നാട്ടിലാണെന്ന് വെച്ചെങ്കിൽ നാട്ടിലും കുറേ എക്സ്കവേഷൻസ് നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ നാടും ഇവിടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി ഫുള്ള് ഏകദേശം ഒരു റിലീജിയസ് ഹിസ്റ്ററിയാണ് വരുന്നത്. ഇപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ഇത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹിന്ദുയിസം ഹിസ്റ്ററിയിലൊക്കെ നമുക്ക് കൂടുതലും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഒരു റിലീജിയസ് ബേസ്ഡ് ഹിസ്റ്ററി ആയിരുന്നെങ്കിൽ ഇവിടെ വരുന്നത് ചിൻ ഡൈനാസ്റ്റി അങ്ങനെ ഓരോ രാജാക്കന്മാർക്ക് അങ്ങനെ ഇവിടെ എവിടെയും തന്നെ ഒരു സംഭവമൊന്നും കണ്ടിട്ടില്ല. അത് ഓരോ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററീനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാം പുതിയ അറിവാണ്. നമ്മുടെ ഹിസ്റ്ററി ആയാലും ഇവിടുത്തെ ഹിസ്റ്ററി ആയാലും നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരു വട്ടമാണ് ലോകത്ത് ജീവിക്കുന്നുള്ളൂ. അപ്പോൾ പഴയതും അറിയാം, പുതിയതും അറിയാം, ഇനി വരാൻ പോകുന്നതും അറിയാം അല്ലേ അക്ഷയ്? എല്ലാം അറിയണം. അങ്ങനെ അക്ഷയിന് നമ്മൾ 3 ടെറാക്കോട്ടൻ്റെ പിറ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നേരെ യുനെസ്കോൻ്റെ അടുത്ത മ്യൂസിയത്തിലേക്ക് എക്സിബിഷൻ ഹാളിലോട്ട് വന്നേക്കുകയാണ്. ഇവിടെ കുറേ വെറി ഹിസ്റ്ററി ആൻഡ് മിസ്റ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആർക്കിയോളജിക്കൽ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ഒരു 3D സെറ്റപ്പിൽ ഇവിടെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഈ പിറ്റിലെ കാര്യങ്ങളും ഡയറക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുറത്തുനിന്ന് കാണുന്ന മലകൾ. ആ സംഭവങ്ങളാണ് ഇവിടെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടുത്തെ റൈസ് ഓഫ് ദ ചിൻ ഡൈനാസ്റ്റിൻ്റെ മെയിൻ സംഭവങ്ങളും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലൗഡ് പാറ്റേൺ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെയാണ്. പണ്ടത്തെ സ്വർണ്ണങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ചിൻ ഡൈനാസ്റ്റി എങ്ങനെ ഷിയാനിലെത്തി, വെയ്നാനിൽ നിന്ന് വന്നതാണ്. ആ വെയ്നാനാണ് അപ്പുറത്തുള്ളത്. ഷിയാൻ എന്നിട്ട് ഏതൊരു പുഴയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കൂടെ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് ഇവിടെ. ഇത് മൊത്തം നമ്മുടെ ചിൻ ഡൈനാസ്റ്റിൻ്റെ ഹിസ്റ്ററിയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഓരോ ഗ്ലാസും നവരത്നങ്ങളും പിന്നെ ഇവിടെ ടച്ച് സ്ക്രീനിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഫുള്ള് പഠിക്കാവുന്നതാണ്. ഫുൾ പക്ഷേ ചൈനീസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും കുറേ സ്ക്രീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. യുണൈറ്റഡ് ചൈന എംപറർ ചിൻ ഷി ഹുവാങ് അദ്ദേഹമാണ് ഇവിടെ നമ്മുടെ ടെറാക്കോട്ടൻ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. വേറെന്തോ 2 ഇമ്പീരിയൽ എഡിക്ട് ബ്രോൺസ് ബോബ് വെയ്റ്റ്. ഇത് പണ്ട് നമ്മുടെ വെയിറ്റ് മെഷർ ചെയ്യാനുള്ള സാധനമായിരുന്നു ഇവിടെ കാണുന്നത്. കട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ വെയിറ്റ് മെഷർ ചെയ്യാനുള്ള ചൈനീസ് രീതിക്ക് എങ്ങനെ വെയിറ്റ് മെഷർ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇവിടെ. പിന്നെ ഇംഗ്ലീഷിലും ബാക്കി സാധനങ്ങളിലൊക്കെ എക്സ്പ്ലനേഷൻ, ചില സാധനങ്ങളൊക്കെ ഇംഗ്ലീഷിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം യുനെസ്കോൻ്റെ ആയതുകൊണ്ട് തന്നെ എല്ലാതും ഇംഗ്ലീഷിലും ഇവിടെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഹിസ്റ്ററിയും ആർക്കിയോളജിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണത് നല്ലതായിരിക്കും. ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇത് വിസിറ്റ് ചെയ്യണത് നല്ലതായിരിക്കും. വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെ. ഇവിടെ പഴയ പാത്രങ്ങളും ഓട്ടുപാത്രങ്ങളും അതേപോലെ വലിയ എന്തോ കല്ല്, സ്റ്റോൺ പില്ലർ ഫൗണ്ടേഷൻ, മറ്റേ കെട്ടിടം പണിയാനായിട്ടുള്ള ഫൗണ്ടേഷൻ്റെ വലിയൊരു കല്ലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കിണറിനൊക്കെ ഒരു കളിമണ്ണുകൊണ്ട് വെച്ചിട്ടൊരു ഇതിടൂലേ, സർക്കിള് എന്തോ അതിന് പറയില്ല, റിങ് ഇടൂലേ, ആ റിങ് ഇടുന്ന പോലത്തെ ഒരു സംഭവമാണ് കേട്ടത്. പോട്ടറി വെൽ സർക്കിളാണിത്. പിന്നെ ഇത് പൈപ്പ് ലൈനിൻ്റെ എന്തോ ഒരു സംഭവമൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ ആൾക്കാർ ചിൻ ഡൈനാസ്റ്റിൻ്റെ ചിൻ മൗസിലിൻ ടൈൽ ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഓരോ പാറ്റേൺസും കാര്യങ്ങളൊക്കെയാണ്. ഓരോ പാറ്റേൺ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു 3D സ്ട്രക്ചറിൽ. പിന്നെ റൂഫിങ് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിവിടുത്തെ ഓരോ ടൈൽസാണ് കേട്ടോ. ഓരോ ടൈൽസിൻ്റെ മുകളിലും ആരാണോ ക്രാഫ്റ്റ്സ്മാൻ ആ ക്രാഫ്റ്റ്സ്മാൻ്റെ പേരും ഹോം ടൗണും ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ ഏരിയ ഫുള്ള് വരുന്ന അണ്ടർഗ്രൗണ്ട് ആർമീൻ്റെ ഒരു ഇതാണ്. നമ്മുടെ ടെറാക്കോട്ട ആർമീനെ എല്ലാത്തിനെയും സെറ്റാക്കിയിട്ടുള്ള ഓരോ ആർമി, നേരത്തെ നമ്മൾ കണ്ടതുപോലത്തെ ഓരോ ഓഫീസറും കാര്യങ്ങളും ഓരോ ആർമീൻ്റെയൊക്കെ സാധനങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അത് ഫുള്ള്, അതായത് ഒരു കേടും പറ്റാത്ത ആർമീൻ്റെ സാധനങ്ങളാണ് ഇവിടെ ഫുള്ള് ഈ ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് 7 ലക്ഷം ആർട്ടിസ്റ്റ് ചേർന്നിട്ടാണ് ഈ ടെറാക്കോട്ട വാരിയേഴ്സിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കളിമണ്ണിനെ എടുത്ത് അടിച്ച് സെറ്റാക്കി ഓരോന്ന് ആൾക്കാരുടെ മുകളിൽ കയറി ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയതിന് ശേഷം തലയും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ഒരു ഷേപ്പാക്കി ഉണക്കി ചൂട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട്
അതിനുശേഷം ഇവിടെ പെയിൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ സുന്ദരനാക്കിയിട്ടുള്ള ഒരു ടെറാക്കോട്ട സ്റ്റാച്ചു ആണ് നമ്മളിപ്പോൾ ഇത്രയും കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ എങ്ങനെ അത് ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ സംഭവമാണ് ഇവിടെ കാണുന്നത്. ഏകദേശം 40 വർഷം എടുത്തു. അതേപോലെ തന്നെ 7 ലക്ഷം ആൾക്കാരോളം ചേർന്നിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. ഇവിടെ ഫുള്ള് വെപ്പൺസിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഈ ടെറാക്കോട്ട അത് കുഴിച്ചെടുത്തപ്പോൾ അതിൽ നിന്നും കിട്ടിയ കുറേ വെപ്പൺസിൻ്റെ സാധനങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. വലിയ വാളൊക്കെ ഉണ്ട് കേട്ടോ. അതിനപ്പുറം ഒരു ഫുൾ ആമർ. ആർമീനെ മാത്രമല്ല കേട്ടോ ബറി ചെയ്തത്. ആ ഒരു സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് ആർമീനെ മാത്രമല്ല ബറി ചെയ്തത്. ബേർഡ്സ്, അതേപോലെ ഇവിടെ വരുന്ന കുറേ സ്വാന്, അങ്ങനെ കുറേ സാധനത്തിനെയും ബേർഡ്സ് ആൻഡ് ആനിമൽസിനെയും അവർ ബറി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. ബറി ചെയ്ത് ആ ഫോട്ടോ ആണ് അപ്പുറത്തുള്ളത്. അതിനെയൊക്കെ അവർ റീസ്റ്റോർ ചെയ്ത് അതിനെ ഫുള്ള് സെറ്റാക്കിയിട്ടാണ് ഇത് കളർഫുള്ളായിട്ടുള്ള കുറേ ബ്രോൺസ് സ്വാനാണ് കേട്ടോ ഇതുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ബ്രോൺസ് വൈൽഡ് ഗൂസ് ഉണ്ട്. അങ്ങനെ കുറേ രീതിക്കുള്ള പക്ഷികളെയും അനിമൽസിനെയൊക്കെ ബറി ചെയ്തതിൻ്റെ സംഭവങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റീസ്റ്റോറേഷൻ ഓഫ് ദ ബ്രോൺസ് ചാരിയറ്റ്സ് ആൻഡ് ഹോഴ്സസിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്നും എങ്ങനെ അവിടെ നിന്ന് ഡിഗ് ചെയ്തെടുത്ത് അതിൻ്റെ ഓരോ പ്രോസസ്സും കാര്യങ്ങളും ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതിന് അവസാനം അവർ അതിൻ്റെ മുകളിൽ 8 വർഷത്തോളം എടുത്ത് അതിനെ പ്രോപ്പറായിട്ട് റീസ്റ്റോർ ചെയ്ത ഒരു രൂപമാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ഇങ്ങനെ പസിൽ രൂപത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഓഫ് ടെറാക്കോട്ട വാരിയർ അതെങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് കാണുന്നത്. ബേസ് കാലി വരുന്നു, അതിൻ്റെ മുകളിലോട്ട് മണ്ണ് വെച്ചിട്ട് ഇങ്ങനെ അവരുണ്ടാക്കുന്നു. ആ ഒരു രൂപമാണ് നമ്മൾ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഒരു ടെറാക്കോട്ട വാരിയറിനെ ഉണ്ടാക്കി കളിമണ്ണ് വെച്ചിട്ട് ഉണ്ടാക്കിയതിൻ്റെ രൂപമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും ഹാർഡായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ് ഇവിടെ കുറേ റെസ്റ്റോറൻറ്റിന് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ സൊവിനിയേഴ്സിൻ്റെ കടകളുണ്ട്, നല്ല കൗറോ കടകളും. പിന്നെ അതേപോലെ സിയാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒത്തൻറ്റിക് റൂജിയാമാവും ബിയാങ് ബിയാ മിയാനും അങ്ങനെ കിട്ടുന്ന കുറേ സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മൾ നേരെ എക്സിറ്റ് അടിച്ചതിന് ശേഷം ഇവിടെ കാണുന്നതാണ് ഫുൾ ഫുഡ് ഷോപ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ ബിയാങ് ബിയാ മിയാൻ അടിക്കുന്ന രീതി. പൊറോട്ട അടിക്കുന്ന പോലെ അങ്ങ് അടിച്ചിട്ടാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത്. ആ ബിയാങ് ബിയാ മിയാൻ്റെ ബിയാങ് ക്യാരക്ടർ നോക്കുക, ചൈനീസിൽ തന്നെ സെക്കൻഡ് ഹാർഡസ്റ്റ് ക്യാരക്ടറാണ് ആ ബിയാങ്. നമ്മുടെ സിയാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പോമഗ്രാനൈറ്റ് ജ്യൂസ് ഉണ്ട്. പിന്നെ അതെന്തോ എണ്ണയിട്ട് പൊരിച്ച എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ സോസേജ് ഉണ്ട്, സ്റ്റിക്സ് ഉണ്ട്, കൊറോ സ്റ്റിക്സ് ഉണ്ട്. ആൾക്കാരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മുടെ സുന്ദരൻ അക്ഷയ്, ഡോക്ടർ അക്ഷയിനെ ഇവിടെ പോയിട്ട് ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട്. ഓസാ ഷിയാൻ, ഹാൻ ഷിയാങ്നി, ഞാൻ ഷിയാനിലാണ്, നിന്നെ വളരെയധികം മിസ് ചെയ്യുന്നതാണ്. ഓക്കെ അക്ഷയ്, ഓക്കെ. നമ്മളെന്തായാലും ഒരു നെയ്പ്പത്തൽ പോലത്തെ സാധനം മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വെജിറ്റബിളിൻ്റെ സാധനമാണ്. പിന്നെ ഇവിടെ ബീഫിൻ്റെ സാധനമൊക്കെ ഉണ്ട്. പിന്നെ അതെ നല്ലൊരു സോസേജ്, ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡിഷാണിത്. അവിടെ ഒരുത്തം വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ടെറാക്കോട്ട കണ്ടു. അതായത് സിയാനിലെ ഏറ്റവും സ്പെഷ്യൽ സ്ഥലമായ ദയാന്ത കാണിച്ചു കൊടുത്തു, റോങ്ങിയോങ് കാണിച്ചു കൊടുത്തു, പിന്നെ ടെറാക്കോട്ടയും കാണിച്ചു കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ മുസ്ലിം സ്ട്രീറ്റും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. കുറച്ച് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കാം. നമ്മുടെ പയ്യൻ വന്നല്ലേ, എത്രയും ദൂരം. അപ്പോൾ ഇന്നാണ് അക്ഷയ് പോണ ദിവസം. അപ്പോൾ നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒന്ന് മുസ്ലിം സ്ട്രീറ്റും കൂടി പോകുന്നുണ്ട്. അപ്പോൾ മുസ്ലിം സ്ട്രീറ്റൊക്കെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്യാന്നുള്ള പ്ലാനിലാണുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു ടെറാക്കോട്ടൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം? സൂപ്പർ സാധനം, സൂപ്പർ സാധനം. എക്സിബിഷൻ ഹാളും കൊള്ളാം. ഇവിടെ കണ്ട എല്ലാ സാധനത്തിൻ്റെ ഓരോരോ സ്കൾപ്ചേഴ്സ് ഉണ്ട്. യുനെസ്കോൻ്റെ എക്സിബിഷൻ ഹാളാണ് അതുള്ളത്. അപ്പോൾ നിങ്ങൾ ആർക്കിയോളജി, ഹിസ്റ്ററി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്നാൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഹിസ്റ്ററി ഒന്നും അധികം താല്പര്യം ഇല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു വിസിറ്റ് എന്ന് പറയുന്ന പോലെ ചുമ്മാ വരിക എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നല്ല തിരക്കില്ലേ? വീക്ക് ഡേ ആയിട്ടും ഗൈസ് തിരക്ക്, നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ചൈനീസ് ന്യൂ ഇയറിന് ശേഷം ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. എന്നാലും ഇവിടെ തിരക്കുണ്ട്. അതാണ് ഗൈസ് ഷിയാൻ. എല്ലാവരും ഷിയാൻ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് തന്നെ കൂട്ടണം. അതേപോലെ തന്നെ ബെയ്ജിങ്ങും ഷാങ്ഹായി ഒക്കെ വിസിറ്റ് ചെയ്യണ പോലെ തന്നെ ഗ്വാങ്ജോ ബിസിനസ് വിസിറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അക്ഷയ് എല്ലാ കാര്യം നോക്കിക്കൊള്ളൂ കേട്ടോ നിങ്ങളെ. പിന്നെ ഷിയാൻ വരുവാണെന്ന് വെച്ചാൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഡോക്ടർ ലീ ഈസ് ഹിയർ. അപ്പോൾ ഡോക്ടർ ലീ സൈനിങ് ഓഫ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, ബൈ.